ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. ബട്ടർ ചിക്കൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം ഒന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസസും ബോണുള്ള പീസസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുക. പിന്നെ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈര് നല്ല കട്ട തൈര് തന്നെ ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ അത്രത്തോണ്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞാൽ ചിക്കൻ നന്നായി മസാല പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മൊരിച്ചെടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റുക. ആ ഭാഗം ഫ്രൈ ആയാൽ മതി. ബാക്കി ആ മസാലയിലൊക്കെ കിടന്നിട്ടാണ് ഒന്ന് വെന്ത് വരുന്നത്. ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. ഇവിടെ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ കാണിച്ച ആ പാക്കിൻ്റെ ഹാഫ് ഭാഗം മാത്രമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി അതൊന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഗ്രേവി കുറച്ചാ വേണ്ടുള്ളൂ വെച്ചാൽ അതിനനുസരിച്ചിട്ട് സവാള എടുത്താൽ മതി. ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുക. ഈ പാനിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. എന്നെങ്കിൽ മാത്രമേ അത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 3 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ കൂടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചതാണ്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം ഒരു 1/4 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി മസാല ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക.
അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ഇതിട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കരുത്, എന്നെങ്കിൽ മാത്രമേ നന്നായി ഫൈനായിട്ട് അരഞ്ഞു വരുള്ളൂ. Thanks for watching.